അത്താഴം അല്പം കഴിക്കലും കത് സുന്ന, രാവിൻ്റെ പകുതി കഴിഞ്ഞിരിക്കണമെന്ന, പല രീതിയിൽ ബറക്കത്തതിൽ ലഭിക്കുന്നതാ എന്നുള്ളതും തിരുവചനമിൽ തന്നുള്ളതാ. അതുകൊണ്ട് ശക്തി ലഭിച്ചിടും നോമ്പിന് ഉന്മേഷവാനായി തീരല മറ്റൊന്ന്. ദിക്റും ദുആ സമയമിൽ ഫലമുള്ളതാ എന്നുള്ളതും കർമാനിയും പറയുന്നതാ. അതുപോലെ സമയം എത്തിയാൽ മുറിക്കേണ്ടതാ, പിന്താതിരിക്കൽ സുന്നത്തിൽ ഉൾപ്പെട്ടതാ. നീ വായിലാദ്യം കൊണ്ട് വെള്ളം അല്പവും തുപ്പാതിറക്കി മുറിക്കലാണ് ഗുരുത്വവും. നോമ്പുള്ളവൻ്റെ ഫമിൻ്റെ പരിമളമൊക്കെയും ഉള്ളിൽ കടക്കാൻ വേണ്ടിയാണ് ഈ യുക്തിയും. ഇത് നീ ബുജൈരിമി നോക്കിയാൽ കാണുന്നതാ. 75-ാം പേജ് 2-ൽ വന്നതാ. കൂടാതെ നീചനികൃഷ്ടമായ കലാമുകൾ ഒഴിക്കേണ്ടതാണ് ലഭിക്കുവാനും കൂലികൾ. ഗീബത്ത്, കളവ്, മുശാത്തമത്തിവ കൊണ്ട് നോമ്പിന് ഫലമില്ലെന്ന് ഇജ്മാഉണ്ട്. അതുമാത്രമല്ല, അതിനാൽ നോമ്പ് മുറിഞ്ഞിടും എന്നുള്ളതിൽ ഔസാഇ തങ്ങൾ ഉൾപ്പെടും. അതിലേക്ക് രേഖകളായി ഹദീസുകളുണ്ട്. ചിലതും സഹീഹ് ബുഖാരിയിൽ കിടപ്പുണ്ട്.